എല്ലാ കർഷകൻ്റെ കടയുടെ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ കർഷകനെ, എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും സോഷ്യൽ മീഡിയ വഴി പുതിയൊരു കർഷകനെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. പുല്ലാട് സ്വദേശിയാണ്, കോക്കാട്ടുകാവിൽ AK ഗോപാലൻ. അദ്ദേഹത്തിന് ഏകദേശം 91 വയസ്സോളം ഉണ്ട്. ഈ 91 വയസ്സിലും അദ്ദേഹം നല്ലൊരു കർഷകനാണ്. അദ്ദേഹം ഒരു ആശുപത്രിയിൽ ജോലിയായിരുന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു. ആ സമയത്തും അതായത് ഒരു അറിവുള്ള പ്രായം മുതൽ ഈ 91 നിറവിലും അദ്ദേഹം കർഷകനായി തുടരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു അതിശയകരമാണ്. അത് എല്ലാ സമൂഹത്തിലെ കർഷകർക്കും പ്രചോദനമാവട്ടെ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം, തുടങ്ങാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാമോ? ഗോപാലൻ. സ്ഥലം പുല്ലാട്. എന്തായിരുന്നു ജോലി? ആശുപത്രിയില്. എത്ര വർഷം ജോലി ചെയ്തു? 17. കൃഷി ചെയ്യുന്ന ആളായിരുന്നോ? എത്ര വർഷക്കാലം കൃഷി ചെയ്തിട്ടുണ്ട്? എനിക്ക് ആളുടെ നാൾ മുതൽ കൃഷിയാണ്. ഇന്ന് 91 ഉണ്ട് വയസ്സ്. 91 കൃഷി ആദ്യകൊണ്ടിരുന്നു. ഇപ്പോഴും കൃഷി ഇന്നും ചെയ്തു? ഇന്നും ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര വയസ്സായി? 91. ഈ 91ാമത്തെ വയസ്സിലും കൃഷി ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് പാപ്പി ചേട്ടൻ. അപ്പൊ ഈ പാപ്പി എന്ന് വിളിക്കുന്നത് താഴെക്കാട്ട് മാപ്പിളക്കാരന് പണി. എങ്ങനെ? താഴെക്കാട്ട് മാപ്പിളക്കാർ പണി. ഓ, അപ്പൊ അവരിട്ട പേരാ പാപ്പി. അത് പക്ഷേ പാപ്പിച്ചേന് അതൊരു പബ്ലിസിറ്റി ആയ പേരാ അല്ലേ? ഒത്തിരി പേര് വിളിക്കുന്ന പേരാണ് അല്ലേ? ഗോപാലൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. അഡ്രസ്സാണ് എന്റെ പള്ളിക്കൂട്ടിലെ പേരാ. പിന്നെ ഈ സ്വന്തം പുരയിടത്തിലാണോ കൃഷി ചെയ്യുന്നത്? മറ്റുള്ളിടത്ത് പോയി കൃഷി ചെയ്യുന്നുണ്ടോ? ഇപ്പം വയ്യ. എത്ര വർഷമായിട്ട് ഈ കൃഷി പുറത്തു പോയി ചെയ്യാതിരിക്കുന്നു? 2 വർഷമായി. 2 വർഷമായി. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാ അല്ലേ? പിന്നെ ഈ കൃഷി ചെയ്യുന്നതിനകത്തുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. അതെന്താണ്? അത് കൃഷിയിൽ വലിയ വിജയമില്ല എനിക്ക്. എന്തുകൊണ്ട്? എനിക്ക് തൊഴിൽരംഗത്താണ് നേട്ടം. തൊഴിൽരംഗത്ത് നേട്ടമുണ്ട്, എന്നാലും കൃഷി കൊണ്ട് നഷ്ടമുണ്ടായിട്ടുണ്ടോ? ഇല്ല. നഷ്ടമുണ്ടായിട്ടില്ല. എന്നാലും നമുക്ക് വളം എടുക്കുന്നതും പിന്നെ ജോലിക്കാരെ വെച്ചായിരുന്നു കൃഷി ചെയ്തിരുന്നത്? അല്ല, ഞാൻ തന്നെ ചെയ്യുന്നു. തന്നെ? എത്ര മണിക്ക് ഇറങ്ങുമായിരുന്നു കൃഷിക്ക്? രാവിലെ ഇറങ്ങും, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യും. പിന്നെ രാവിലെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലിക്ക് പോകുന്ന സമയത്തും കൃഷി ചെയ്യുമായിരുന്നു? അപ്പൊ എപ്പോ രാവിലെ കൃഷിക്ക് ഇറങ്ങുമായിരുന്നു? വെളുപ്പിനെ ഇറങ്ങും. എന്നിട്ട് എത്ര മണിയാകുമ്പോൾ തിരിച്ചു കയറും? 7 മണി ആകുമ്പോഴത്തേക്ക് തിരിച്ചു കയറും. എന്നിട്ട് നേരെ ജോലിക്ക് പോകും. തിരിച്ചു വന്നിട്ട് കണ്ടത്തിൽ ഇറങ്ങുമോ? ഇറങ്ങും. അത് ശരി. പുരയുടെ കൃഷിയാണോ ഈ വയലിലൊക്കെ കൃഷി ചെയ്യുമോ? എങ്ങനാ? വയലിലെ കൃഷി ഉണ്ട്. ശകലം നിലമുണ്ട്. സ്വന്തമായി നിലമുണ്ട്. ശകലം നിലമുണ്ട്. പിന്നെ കരയിലും ചെയ്യും. ഇഷ്ടംപോലെ. ഏതായിരുന്നു ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത്? കൃഷി ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്? കൃഷി ഏറ്റവും ഇവിടെ അല്ല, ഞാൻ ചോദിച്ച ഏത് പച്ചക്കറി ആയിരുന്നോ കപ്പയായിരുന്നോ ഏതായിരുന്നു? കപ്പ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടല്ലേ? ലാഭം കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലല്ലോ? അപ്പൊ ഈ മനസ്സിന് സന്തോഷമുണ്ട്, അതുപോലെ സാമ്പത്തികമായിട്ടും നേട്ടമുണ്ട് കൃഷി കൊണ്ട് അല്ലേ? കൃഷി ചെയ്യാന് പ്രേരണയായതാരാ? കൃഷി ചെയ്യാന് പ്രചോദനമാരായിരുന്നു? കൃഷി ചെയ്യാന് നമുക്കൊരു പ്രചോദനമില്ലേ? അതാരായിരുന്നു? അച്ഛൻ അങ്ങനെയൊക്കെ ആരേലും ഉണ്ടെങ്കിൽ? ഞാൻ മാത്രമേ തന്നെയാ കൃഷി ചെയ്യാൻ ഇറങ്ങിയത്.
അല്ല പാരമ്പര്യമായിട്ടൊരു കർഷകരല്ല. അല്ല. അല്ല. ബാബുചേട്ടൻ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ ഇറങ്ങിയതാ, അല്ല അച്ഛനെ നമ്മൾ മാതൃകയാക്കി ഇറങ്ങിയതല്ല. അല്ല. അല്ല. പിന്നെ ഈ പുതിയ തലമുറയോട് പച്ചവെള്ളം പുതിയ തലമുറയോട് കൃഷിയെ സംബന്ധിച്ച് എന്തെങ്കിലും പാപ്പിച്ചേട്ടന് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ചെയ്യത്തില്ല. എന്താ എന്നാലും അവരോട് നമുക്ക് പൊതുസമൂഹത്തോട് പറയുന്ന പോലെ എന്താണ് പറഞ്ഞു കൊടുക്കാൻ? ഒരു നമുക്ക് ചെയ്താല്, കൃഷി ചെയ്താല് എന്താണ് നമുക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാൻ അറിയാമോ? പറയാൻ വയ്യ. ശരി. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ സന്തോഷം. പാപ്പിച്ചേട്ടനെ 91 വയസ്സിലും കൃഷി ചെയ്യുന്നതില് വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ നന്ദി അറിയിക്കുന്നു.